റമദാൻ അടുത്തല്ലോ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിയട, അതായത് ബീഫിൻ്റെ ഒരു പണ്ടം. അത് കാണിക്കാം കേട്ടോ. കണ്ണൂർക്കാർക്കെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. ഇതൊരു എണ്ണ ചൂടാകുമ്പോൾ ഒരു എട്ട് വലിയൊരു മീഡിയം സൈസ് ഉള്ളി ഞാനൊന്ന് കട്ട് ചെയ്ത് തിന്നായി കട്ട് ചെയ്തൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയോ ഉപ്പോ കറിവേപ്പിലയോ ഇട്ട് നന്നായി ഇത് വഴന്ന് വരുമ്പോൾ 5 പച്ചമുളക് എരിവ് കുറച്ചേ വേണ്ട, അതുകൊണ്ടാണ് 5 പച്ചമുളക് എടുത്തത്. കൂടുതൽ വേണ്ടുന്നവർ കൂടുതൽ പച്ചമുളക് ചേർക്കണം കേട്ടോ. കുറച്ച് ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയും ഇട്ട് നന്നായി ഇളക്കി നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ ബീഫ് വേവിച്ച് പൊടിച്ച് വെച്ചതാണ്. ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി ഇതുകൊണ്ടാണ് ഈ കളറിൽ കാണുന്നത്. അത് നന്നായി പൊടിച്ച് വെച്ച് അതും ചേർത്ത് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായി ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഉപ്പും ചേർത്ത് പാകത്തിന് ഉപ്പ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക ഇടയ്ക്ക്. ഞാനൊരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് കുഴച്ച് മാവാക്കി ബോളാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ അച്ചിൽ പണ്ടവും ചേർത്ത് ഞാൻ പകുതിക്ക് വെച്ച് മടക്കിയതാണ്. റൗണ്ട് ഷേപ്പിലുള്ള അച്ചിൽ പകുതിക്ക് വെച്ച് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെച്ച് മടക്കിയത് കേട്ടോ. റൗണ്ടിൽ ഫുള്ള് വെച്ചതാണെങ്കിൽ റൗണ്ടിൽ തന്നെ കിട്ടും. ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു 100 പീസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റംദാനിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വയ്യാണ്ടെല്ലാം ഇരിക്കുമ്പോൾ ഇടയ്ക്ക് എടുത്ത് പൊരിച്ച് കൊടുത്താൽ മതിയല്ലോ പിള്ളേർക്ക് മക്കൾക്കൊക്കെ. അപ്പോൾ ഇതിൽ 100 പീസ് ഞാനിത് കുറച്ച് മാത്രം എടുത്ത് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കുറച്ച് മാത്രം എടുത്തിപ്പോൾ പൊരിച്ചെടുക്കുന്നതാണ്. റംദാനിലേക്ക് ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. ഓരോന്നും ഇങ്ങനെ ഫ്രീസറിൽ നിരത്തി വെച്ച് പാക്കറ്റ് പിരിച്ച് നിരത്തി വെച്ച് കട്ടയാക്കി വെച്ച് ബോക്സിലാക്കി വെക്കും. എന്നിട്ട് റംദാനിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പൊരിച്ച് നല്ല സ്നാക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി.